ഹീറോ എക്സ്ട്രീം 125R 125cc ഏറ്റവും പുതിയ ബൈക്കാണ് ഹീറോ എക്സ്ട്രീം 125R. വെൽക്കം ടു JNG സ്റ്റോറീസ്. ഞാൻ ജയേഷ്. 2 ആഴ്ച മുന്നേ നമ്മൾ ഈ ബൈക്കിൻ്റെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഓവറോൾ റിവ്യൂ. അപ്പോൾ അത് കാണാത്ത ആളുകൾ അത് കാണുക, ഡിസ്ക്രിപ്ഷനിൽ അത് ആഡ് ചെയ്യാം. ഇന്നിവിടെ ബൈക്കിൻ്റെ ഒരു 750 കിലോമീറ്ററിന് ശേഷമുള്ള ഒരു റിവ്യൂ ആൻഡ് പെർഫോമൻസ് അപ്ഡേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. മറ്റ് മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പൾസറും അതുപോലെ റൈഡർ 125 ആണ് ഇതിന് കോമ്പറ്റീറ്റീവായിട്ട് നിൽക്കുന്ന രണ്ട് വണ്ടികൾ. അപ്പോൾ ഞാൻ ആദ്യം ചൂസ് ചെയ്തൊരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈഡർ 125 ആയിരുന്നു. അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും ചെയ്തു. അതിനുശേഷം പൾസർ 125 ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. ആ ഒരു സമയത്താണ് ഇതിൻ്റെ ഒരു ആഡ് കാണുന്നത്. അങ്ങനെ ആഡ് കണ്ട ശേഷം ഞാൻ പല ഷോറൂമിലേക്കും വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഒന്നും നമ്മുടെ ഷോറൂമിൽ ഈ വണ്ടി അവൈലബിൾ അല്ലായിരുന്നു. പക്ഷേ കുറച്ച് ദിവസത്തിന് ശേഷം പാലക്കാട് ഷോറൂമിൽ ഇതിൻ്റെ വണ്ടി അവൈലബിൾ ആയി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. ടെസ്റ്റ് ഡ്രൈവ് എടുത്ത സമയത്ത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു വണ്ടി തന്നെയാണ്. കാരണം പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഹീറോ എക്സ്ട്രീം നൽകിയിട്ടില്ല. പെട്ടെന്നുള്ളൊരു ക്വിക്ക് ആക്ഷൻ, ഒരു 125cc അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്നുള്ളൊരു ക്വിക്ക് ടോർക്ക് നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച പെർഫോമൻസ് ഈ വണ്ടി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കയ്യിലിരിക്കുന്ന ഈ മോഡൽ റെഡ് കളർ മോഡലാണ്. ഇതിന് 3 വേരിയൻ്റാണുള്ളത്: റെഡ്, ബ്ലാക്ക്, ബ്ലൂ. ഈ 3 വേരിയൻറ്റും ABS-ഉം IBS-ഉം അവൈലബിൾ ആണ്. ABS ഏകദേശം 1,34,000 രൂപയും IBS-ന് 1,24,000 രൂപയാണ് വില. എൻ്റെ കയ്യിലിരിക്കുന്നത് ABS മോഡലാണ്. പക്ഷേ വിലയിൽ വ്യത്യാസങ്ങളുണ്ട്. പല ഷോറൂമിലും പല റേറ്റാണ് അവർ ഈടാക്കുന്നത്. 1,30,000 മുതൽ 1,35,000 രൂപ വരെയുള്ള പല റേഞ്ചിലും അവരിതിന് പ്രൈസ് ഈടാക്കുന്നുണ്ട്. അതേതായാലും ഞാൻ ഈ വണ്ടി ചൂസ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം ബാക്ക് പെയിൻ ആയിരുന്നു. കുറച്ച് കാലമായിട്ട് ബാക്ക് പെയിൻ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരു മോണോ ഷോക്ക് വണ്ടി എന്ന നിലയിലാണ് ഞാനിത് ചൂസ് ചെയ്തത്. അത് ടെസ്റ്റ് ഡ്രൈവ് എടുത്തപ്പോഴും എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. ഞാൻ അത്യാവശ്യം മോശമായ റോഡിലൂടെ എല്ലാം ഓടിച്ചപ്പോഴും മികച്ചൊരു സസ്പെൻഷനാണ് എനിക്ക് കിട്ടിയത്. റിയർ സസ്പെൻഷൻ ഷോവേയുടെ ആണ്. അതുപോലെ തന്നെ 27 mm ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. രണ്ടും അത്യാവശ്യം നല്ല രീതിയിലുള്ള ബിൽഡ് ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കയറുന്ന സമയത്ത് നല്ലൊരു കംഫർട്ടാണ് ഇതിൻ്റെ സസ്പെൻഷൻ നമുക്ക് തരുന്നത്. ഓടിക്കുമ്പോഴും അത് അല്ലെങ്കിൽ നമ്മുടെ റോഡിൻ്റെ സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ അത്യാവശ്യം മോശമായ റോഡിലൂടെ പോകുമ്പോഴും ബാക്കിന് പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു റൈഡിങ് പൊസിഷൻ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു പൊസിഷനാണ് കിട്ടുന്നത്. 1000 കിലോമീറ്റർ ഓടിച്ചതിൽ നിന്നുള്ളൊരു റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് വൈസ് ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ തന്നെ മോണോ ഷോക്കും വളരെ മികച്ച ഒരു സസ്പെൻഷൻ തന്നെ നമുക്ക് തരുന്നുണ്ട്. ബാക്ക് പെയിൻ ഒന്നും ഇപ്പോൾ എനിക്കിത് ഓടിച്ച ശേഷം ഇല്ല. അപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അതായത് തന്നെ ഫസ്റ്റ് സർവീസിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആദ്യം പറയാം. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ലാത്തതുള്ളത്. കാരണം സർവീസ് ഹീറോയുടെ അത്ര മികച്ച സർവീസ് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഏതായാലും നെഗറ്റീവ് ഫീഡ്ബാക്കാണ് ഫസ്റ്റ് സർവീസിൽ നിന്ന് കിട്ടിയത്. അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പെരിന്തൽമണ്ണ ഷോറൂമിലാണ് ഇതിൻ്റെ സർവീസും കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പോൾ അത് ആപ്പ് ത്രൂ ആണ് ആദ്യം ബുക്ക് ചെയ്തത്. ഹീറോയുടെ എല്ലാ സർവീസും നമുക്ക് ആപ്പ് ത്രൂ ആണ് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൂടാതെ ഷോറൂമിൽ വിളിച്ചും ബുക്ക് ചെയ്യാം. പക്ഷേ ഞാൻ ആപ്പ് ത്രൂ ആണ് ബുക്ക് ചെയ്തത്. ആപ്പ് ത്രൂ ബുക്ക് ചെയ്തതിന് ശേഷം ഷോറൂമിൽ വിളിച്ച് ശനിയാഴ്ചയാണ് ഞാൻ ആപ്പ് ത്രൂ ബുക്ക് ചെയ്യുന്നത്. തിങ്കളാഴ്ച ഞാൻ ചെല്ലുന്നുണ്ടെന്നുള്ള കാര്യം അവരെ അറിയിച്ചു. ഞാൻ ഗുഡ് ലൈഫ് എടുത്തുകൊണ്ട് തന്നെ എക്സ്പ്രസ് സർവീസാണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് വിത്തിൻ 1 hour നമുക്ക് സർവീസ് ചെയ്ത് കിട്ടുന്ന ഒരു ഓപ്ഷനാണ് ഞാനത് ചൂസ് ചെയ്തിട്ടുള്ളത്. ഏതായാലും തിങ്കളാഴ്ച ഞാൻ 10 മണിയാകുമ്പോഴേക്ക് ഷോറൂമിലെത്തിയ സമയത്ത് തന്നെ അവിടുത്തെ എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് പറഞ്ഞു, സൈഡിൽ അവിടെ കൊണ്ടുവച്ചോളൂ, 3 ദിവസം കഴിഞ്ഞിട്ട് വണ്ടി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണിത്, ഞാനിങ്ങനെ 1 hour എക്സ്പ്രസ് സർവീസാണല്ലോ ഓപ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. പക്ഷേ അവരതൊരു റൂഡായിട്ടുള്ളൊരു ബിഹേവിങ് ആയിരുന്നു അവിടുന്ന് എനിക്ക് കിട്ടിയത്. അതിനുശേഷം ഞാൻ അവിടുത്തെ സർവീസ് മാനേജറുടെ അടുത്തും അതുപോലെ DGMൻ്റെ അടുത്തൊക്കെ സംസാരിച്ച ശേഷമാണ് അവരത് കൃത്യസമയത്ത് സർവീസ് ചെയ്ത് തരാൻ അവർ തയ്യാറായത്. ഏതായാലും സർവീസ് എല്ലാം കഴിഞ്ഞു. സർവീസിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് അവരൊരു എസ്റ്റിമേറ്റ് എമൗണ്ട് തരും. അപ്പോൾ അതിലൊരു 500 രൂപ സർവീസ് കോസ്റ്റ് പ്ലസ് 150 രൂപ കൺസ്യൂമർ ചാർജ് എന്ന് പറഞ്ഞിട്ടാണ് അവർ എസ്റ്റിമേറ്റ് അടിച്ചിരുന്നത്. അപ്പോൾ കൺസ്യൂമർ ചാർജ് എന്താണെന്നുള്ളത് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഈ പഞ്ഞി അതുപോലെയുള്ള ഗ്രീസ് അതിനെല്ലാം അവർ മേടിക്കുന്ന ഒരു ചാർജാണ് കൺസ്യൂമർ ചാർജ്. ആക്ച്വലി നമ്മളത് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. ഞാൻ ഏതായാലും ആ സമയത്ത് അത് പേ ചെയ്യാം, പക്ഷേ ബില്ലിൽ അത് ആഡ് ചെയ്ത് തരണം എന്നുള്ള രീതിയിൽ അവരോട് സംസാരിച്ചു. മാത്രമല്ല ഹീറോയിൽ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കും എന്നും ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1.5 മണിക്കൂറിന് ശേഷം അങ്ങനെ അവർ സർവീസ് എല്ലാം കഴിഞ്ഞ് വണ്ടി തന്നു. വണ്ടി തന്ന സമയത്ത് ഇതാണ് വണ്ടിയുടെ ബില്ലിൽ 494 രൂപയാണ് എമൗണ്ട് ആയിട്ടുള്ളത്. എന്തുകൊണ്ടോ അവർ ആ കൺസ്യൂമബിൾ ചാർജ് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ഞാനത് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഹീറോ വിളിക്കുന്ന സമയത്ത് ഞാൻ സംസാരിക്കുന്നു പറഞ്ഞുകൊണ്ടായിരിക്കാം മേ ബി അവരത് പറയാതിരുന്നത്. അതല്ലെങ്കിൽ അവർക്ക് പുതിയ വണ്ടി ആയതുകൊണ്ട് അതിൽ ആഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഏതായാലും ഇതിൽ അവർ ആഡ് ചെയ്തിട്ടില്ല. ഇതിൽ നമുക്ക് ചേഞ്ച് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഹീറോയുടെ 40-10-30 SLM82 എന്നിട്ടുള്ള 1 ലിറ്ററിൻ്റെ എഞ്ചിൻ ഓയിലും അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്ററും പിന്നെ ഡ്രെയിൻ കോക്ക് പാക്കിംഗ് ആൻഡ് ഓറിങ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിനെല്ലാം കൂടെ 494 രൂപയാണ് ഫസ്റ്റ് സർവീസിൻ്റെ ബില്ല് വന്നിരിക്കുന്നത്. അപ്പോൾ ഹീറോയുടെ ഒരു സർവീസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് ഇതാണ്. ഞാൻ ഏതായാലും 2 ദിവസം മുന്നേ ആപ്പ് ത്രൂ ബുക്ക് ചെയ്തു. അതിനുശേഷം അവരെ കോൾ ചെയ്ത് ഇൻഫോം ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പറയാമായിരുന്നു. കാരണം നമുക്ക് ചുറ്റുവട്ടത്തുള്ള ഏത് സർവീസ് സെൻ്ററിലും പോവാം. ഇന്ത്യയിൽ എവിടെയും സർവീസ് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള ഹീറോ, ഹോണ്ട പോലുള്ള വണ്ടികൾ. അപ്പോൾ അവരതൊന്നും പറയാതെ നമ്മൾ ചെന്ന ശേഷം ഉടൻ തന്നെ അയാൾ പറഞ്ഞ് വണ്ടി അവിടെ വെക്കുക, അല്ലെങ്കിൽ അവരുടെ തിരക്ക് മൂലമായിരിക്കാം മേ ബി. അന്ന് അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ടെക്നീഷ്യൻസ് ഒരാൾ അവധിയായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഞാനന്ന് നോക്കിയപ്പോൾ ഏകദേശം 100 വണ്ടികൾ അവിടെ സർവീസ് സെൻ്ററിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവർ ഇതുപോലെ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള വണ്ടികളാണ്. ഒരുപക്ഷെ ഹീറോ ഈ ആപ്പ് എടുത്തിരിക്കുന്നത് തന്നെ ഹീറോയുടെ ആപ്പ് വഴി ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് സർവീസ് കുറച്ചും കൂടി സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ടൈം, ഡേറ്റ് എല്ലാം കൊടുത്ത് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്. പക്ഷേ ആ അപ്പോയിൻമെൻറ്റും ഇതുപോലുള്ള സർവീസ് സെൻ്ററിൻ്റെ ഒരു പ്ലാനിങ് ഇല്ലായ്മ മൂലം നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഏതായാലും വണ്ടി സർവീസ് എല്ലാം കഴിഞ്ഞ് വണ്ടി കയ്യിൽ കിട്ടി, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതിനുശേഷം കുറച്ചുകൂടി സ്മൂത്തായി വണ്ടി ഫസ്റ്റ് സർവീസിന് ശേഷം. ഇപ്പോൾ ഒരു 300-400 കിലോമീറ്ററോളം ഞാൻ ആ ഫസ്റ്റ് സർവീസിന് ശേഷം ഓടിയതിൽ നിന്ന് എനിക്ക് ഇതുവരെ ഉപയോഗിച്ചതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇതിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. നമുക്കൊരു ഇനീഷ്യൽ ടോർക്ക് ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഒരു 125cc വണ്ടിക്ക് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമുള്ളൊരു ടോർക്ക് തന്നെയാണ് ഈ വണ്ടി നമുക്ക് തരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ സസ്പെൻഷനാണ്. സസ്പെൻഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഷോവയുടെ സസ്പെൻഷനാണ്. ഒരു 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് കിട്ടുന്നത്. അതും വളരെ മികച്ച രീതിയിൽ തന്നെ അതിൻ്റെ കംഫർട്ട് നമുക്ക് തരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ആണ്. ഹെഡ്ലൈറ്റ് നല്ല വിസിബിലിറ്റി ഉണ്ട്. രാത്രി കാലങ്ങളിൽ ഡിമ്മായാലും ബ്രൈറ്റ് ആയാലും നല്ല ഒരു വിസിബിലിറ്റി തരുന്ന ലൈറ്റാണ് തന്നിരിക്കുന്നത്. പിന്നെ LED ബൾബ് ആയതുകൊണ്ട് തന്നെ നല്ല പ്രകാശം നമുക്കുണ്ട്. അത് മാത്രമല്ല നല്ല ക്വാളിറ്റിയുള്ള LED ബൾബ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്വിച്ച് ആൻഡ് കമ്പോണൻസ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള 2-3 കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ഇതിൻ്റെ ടാങ്കിൻ്റെ ക്വാളിറ്റിയാണ്. ഇതൊരു ഫൈബറിൻ്റെ ടാങ്കാണ്, മെറ്റൽ ടാങ്ക് അല്ല. അതുകൊണ്ട് തന്നെ മറിഞ്ഞു വീണാൽ സ്വാഭാവികമായിട്ടും ഈ ടാങ്ക് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. എന്നിരുന്നാലും ഡിസൈൻ വൈസ് നല്ല രസമുള്ളൊരു ടാങ്കും കൂടെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സാരി ഗാർഡാണ്. സാരി ഗാർഡിൻ്റെ ഈ ഒരു പൊസിഷൻ നമുക്ക് കുറച്ച് പ്രശ്നമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ള സ്ക്രൂവിൽ ഗട്ടറും എല്ലാം ചാടുന്ന സമയത്ത് വന്നിടിക്കുകയും ഒരു സൗണ്ട് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് സാരി ഗാർഡിൻ്റെ ഒരു ചെറിയൊരു പീസ് ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്ത് കളയാണ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ 2 കാര്യങ്ങളാണ് ഈ വണ്ടിക്ക് നെഗറ്റീവായിട്ട് പറയാനുള്ളത്. ബാക്കി ഓവറോൾ എല്ലാ രീതിയിലും ഈ വണ്ടി ഒരു മികച്ച കമ്മ്യൂട്ടർ ബൈക്കാണ്. 1000 കിലോമീറ്ററിന് ശേഷമുള്ള ഒരു റിവ്യൂ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ്. ഇനി ഏതായാലും ഒരു 6000 കിലോമീറ്ററിന് ശേഷം നമുക്കൊരു റിവ്യൂ കൂടെ ചെയ്യാം. മൈലേജും അതുപോലെ പെർഫോമൻസും ബാക്കി വല്ല കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു റിവ്യൂ കൂടെ ചെയ്യാം. 6000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 3rd സർവീസാണ് വരുന്നത്. 3000-ലാണ് 2ാമത്തെ സർവീസ് വരുന്നത്. ജസ്റ്റ് ഇൻസ്പെക്ഷൻ മാത്രമേ ഉള്ളൂ. 6000 കിലോമീറ്ററാണ് എഞ്ചിൻ ഓയിൽ ചേഞ്ച്, ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ കൂടെ ചെയ്യാം. ഫസ്റ്റ് വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകളിൽ പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ളതായിരുന്നു മൈലേജും അതുപോലെ പെർഫോമൻസും എങ്ങനെയുണ്ട് എന്നുള്ളത് ആഫ്റ്റർ ഫസ്റ്റ് സർവീസ്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമാണ് 59 കിലോമീറ്ററാണ് ഇപ്പോൾ ഫസ്റ്റ് സർവീസിന് ശേഷം എനിക്ക് കിട്ടുന്ന മൈലേജ്. പെർഫോമൻസ് വൈസ് യാതൊരുവിധ പ്രശ്നവുമില്ല. നല്ല പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാവുന്നൊരു വണ്ടി തന്നെയാണ്. ഇത്രയൊക്കെയാണ് ഹീറോ എക്സ്ട്രീം 125R വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.